सहस्रशीर्षा पुरुषः सहस्राक्षसहस्रपात् स भूमिं विसुतो वृत्वात्यधिष्ठद्दशाङ्गुलं पुरुष एवेदकं सर्वं यद्भूतं यच्छव्यम् उतामृतत्वस्य न यदन्नेनातिरोहति एतावानस्य महिमातो ज्ञायाक्ष पुरुषः पादोऽस्य മേഘനയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് ഭഗവതി എന്റെ പ്രാർത്ഥന കേട്ടു. മേഘനയുടെ കൈകളിലൂടെ ഈ പൂജ നടക്കണമെന്ന് ഭഗവതിയും ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അമ്മേ മഹാമായേ, നിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പരമ്പരാഗതമായ വജ്രവാളിന്റെ പൂജ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയത്. പൂജയിലെ വിഘ്നങ്ങളൊന്നുമില്ലാതെ നോക്കണേ. നന്ദൻ കുടുംബത്തിനും മിഥുനേട്ടനും എന്നും നിന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടായിരിക്കണേ. എന്താ സഞ്ജന, നിന്നോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ കുറെ ട്രൈ ചെയ്തിരുന്നു. എന്താ പറ്റി? ഒരു വട്ടം പോലും നീ എന്റെ ഫോൺ എടുത്തില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല സന്തോഷ്, ഇത്രയും പേരുള്ളപ്പോ നമുക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? മോളെ മേഘനെ, മോള് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോ ഈ വജ്രവാളും നിന്നോടൊപ്പം തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് അവസാനത്തെ ദിവസം തിരിച്ചു കൊണ്ടുവന്ന് പൂജയ്ക്ക് വെച്ച ശേഷം മാത്രമേ പൂജയുടെ ഫലം നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കൂ. പൂജയ്ക്ക് വജ്രവാള് കൊണ്ടുവരാണ്ടിരുന്നാലോ മോൾക്ക് പൂജയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കാണ്ടിരുന്നാലോ പൂജ മുടങ്ങിയതിന് തുല്യാവും. ആ ഭഗവതിയുടെ അനുഗ്രഹം ഒട്ടും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയണ ഓരോ വാക്കും മോൾ ഓർമ്മിച്ചോണം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവസാനത്തെ ദിവസം ഈ വജ്രവാൾ ഇവിടെ എത്തിക്കാൻ മറന്നു പോകരുത്. ആയിക്കോട്ടെ തിരുമേനി. സഞ്ജന, ദിസ് ഈസ് ടു മച്ച്. കല്യാണം കഴിക്കാൻ പോകുന്നവനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇത്രയ്ക്ക് അഹംഭാവം ഒരു പെണ്ണിനും ഉണ്ടാവാൻ പാടില്ല. സന്തോഷ്, ദൈവം ഇത് എന്നെ ഒന്ന് മനസ്സിലാക്കാമോ? ഇത്രയും പേരുടെ നടുവിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാ എനിക്കിതിനൊന്നും ഉത്തരം ഉണ്ടായിന്ന് വരില്ല. വിവേക് എന്തിനാ സംസാരിക്കണമെന്ന് പറഞ്ഞ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? എന്തായാലും എന്താ പറയാനുള്ളതെന്ന് ഒന്ന് നോക്കിക്കളയാം. എന്റെ അമ്മേ, ചാരു സംസാരിക്കാൻ സമ്മതിച്ചല്ലോ. എന്തോ സംസാരിക്കാനുണ്ടെന്നല്ലേ വിവേക് ആംഗ്യം കാണിച്ചത്? എന്തെങ്കിലും ആവട്ടെ, ഇവിടുന്ന് പോകുന്നത് വരെ വിവേകായിട്ട് അടിച്ചു പൊളിക്കണം. ദേവി, മിഥുനേട്ടന് എന്തോ അപകടം വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിനെങ്ങനെയാണ് ഞാൻ നേരിടേണ്ടത്? എനിക്കറിയില്ലമ്മേ. എവിടെ നിന്നാണ് ആപത്ത് വരുന്നതെന്ന് പോലും എനിക്കറിയാൻ കഴിയുന്നില്ല. ദയവ് ചെയ്ത് എനിക്കൊരു വഴി കാണിച്ചു തരണേ. മിഥുനേട്ടനെ രക്ഷിക്കാനുള്ള അവസരം എനിക്ക് തരണേ മഹാമായേ. വിവേകിന് എന്തായിരിക്കും പറയാനുള്ളത്? നടന്നതിനെല്ലാം സോറി എന്നാണോ പറയാൻ പോകുന്നത്? ഇനി അവൻ സോറി പറഞ്ഞാ ഞാൻ എന്താ ചെയ്യണ്ടേ?
സോറി പറഞ്ഞ് ക്ഷമിക്കാനും മാത്രം ചെറിയ തെറ്റൊന്നും അല്ലല്ലോ അവരുടെ കുടുംബം ചെയ്തിരിക്കുന്നത്. വിവേക് എന്നോട് എത്ര വട്ടം മാപ്പ് ചോദിച്ചാലും ഞാൻ ഒരു കാരണവശാലും അവനോട് ക്ഷമിക്കാൻ പോകുന്നില്ല. അവന് അനുകൂലമായിട്ട് ഒരു അക്ഷരം പോലും മിണ്ടില്ല. താങ്ക് ഗോഡ്, ഒടുവിൽ സംസാരിക്കാൻ ഒരു അവസരമെങ്കിലും തന്നല്ലോ. ഇനി അവളായിട്ട് വഴക്കുണ്ടാവാൻ നോക്കണം. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ മറ്റാരുടെയും കാര്യങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. എന്റെ മനസ്സിലുള്ളതെല്ലാം അവളോട് തുറന്നു പറയണം. വിവേകിന് എന്താവും പറയാനുള്ളത്? ഇതുവരെ മിണ്ടിയിട്ടില്ല. അവൻ പറയുന്ന കാര്യങ്ങൾക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് പോലും ഒരു പിടിയില്ല. ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. വിവേക് എന്താ ഇതുവരെ വരാത്ത? അപ്പൊ വിവേക് ആംഗ്യം കാണിച്ചത് അവളോടായിരുന്നോ? ശ്ശേ, അവൻ എന്നെയായിരിക്കും വിളിച്ചെന്ന് കരുതി വെറുതെ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി. എന്തൊക്കെ പറയണമെന്നുള്ളത് വരെ ചിന്തിച്ചു വെച്ചിരുന്നു. ഛേ. അല്ല, താനെന്താ ഇവിടെ? എന്നോട് ആംഗ്യം കാണിച്ച എന്തിനാ? നിന്നോടോ? അതെ, എന്നോട് തന്നെ. ഞാൻ ഇവളോട് എന്ത് കാണിച്ചെന്നാ ഈ പറയുന്നത്? ഇപ്പൊ ചാരു എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ഞാൻ ഇവിടെ നിൽക്കുമ്പോ താൻ വേറെ എങ്ങോട്ടാണ് ശ്രദ്ധിക്കുന്നത്? താൻ ഇവിടെ തന്നെ നിക്കേ, ഞാനിതേ ഇപ്പൊ വരാം. വിവേക്, എന്നെ വിളിച്ചു വരുത്തിയിട്ട് താനിതിപ്പോ എങ്ങോട്ടേ പോകുന്നേ? എന്താ ചാരു, എല്ലാവരും അവിടെ നിൽക്കുമ്പോ നീ ഇതെന്താ ഇപ്പൊ ഇവിടെ? എന്താ? അവരുടെ നേരെയാണല്ലോ കണ്ണ്. ഓ, ആ പെണ്ണ് ഏതാണെന്ന് നിനക്ക് അറിയില്ലല്ലേ? വിവേക് കല്യാണം കഴിക്കാൻ പോകുന്നത് ആ പെണ്ണിനെയാണ്. ശൈലജ, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിച്ചാൽ മതിയാവില്ലേ? പിന്നീട് ഇതുപോലൊരു അവസരം ഒത്തു കിട്ടുമെന്ന് ആർക്കറിയാം? എന്റെ മമ്മി കണ്ടാ പിന്നെ അത് മതി. എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടോ. ചിലരോട് അടുക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ തെറ്റ്. ഒരിക്കൽ അവര് തെറ്റാണെന്ന് മനസ്സിലായാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അതിമോഹങ്ങളുടെ പുറകെ പോയാൽ പിന്നെ നമ്മളായിരിക്കും വെഡ്ഡികളാവുക. ഈശ്വര, ചാരു എന്ത് കരുതിയോ ആവോ? ഒത്തിരി നാള് കൂടിയിരുന്ന് കിട്ടിയൊരു അവസരം അതും കയ്യിൽ നിന്ന് പോയല്ലോ. ഇവളാണെങ്കിൽ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് നിൽക്കുക.
മിഥുൻ, വന്ന് നിന്റെ ഭാര്യയുടെ അരികിൽ നിൽക്ക്. ഈ മേഘിനെ ദേഹത്തൊട്ടിപ്പിടിച്ച അട്ടേക്കാളും കഷ്ടമാണെന്ന് തോന്നല്ലോ. നാശം. എത്ര ശ്രമിച്ചിട്ടും ദേഹത്തൊന്ന് പിടിവിടാതെ ആ അട്ട എന്റെ ചോര കുടിച്ചുകൊണ്ടിരിക്കുക. മേഘിന എന്ന പുസ്തകത്തിന്റെ അവസാന പേജാവ് ഇന്നെന്നും വിചാരിക്കും. പക്ഷെ അത് അവിടം കൊണ്ട് തീരാതെ പുതിയ പുതിയ പേജുകളായി പ്രത്യക്ഷപ്പെടുന്നു. ഇനി ആ പുസ്തകം വലിച്ചു കീറി കളഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ. അഖണ്ഡദീപം വളരെ പവിത്രമായതാണ്, അതീവ ശക്തിയുള്ളതും. വിജയദശമി കഴിയുന്നതുവരെ ഈ അഖണ്ഡദീപം കത്തി തന്നെ നിൽക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ഇത് അണയാൻ പാടില്ല. മേഘനെ, ഈ അഖണ്ഡദീപം ദശമി വരെ അണയാതെ കത്തി നിന്ന നിങ്ങളുടെ ഈ ബന്ധം സുദൃഢമാവൂന്നല്ലേ തിരുമേനി പറഞ്ഞത്? പക്ഷെ നിങ്ങളുടെ ബന്ധം തകർന്ന് തരിപ്പണമായെന്ന് ഞാൻ ഉറപ്പുവരുത്തിയിരിക്കും. നീ വേണമെങ്കിൽ കണ്ടോ, ഈ അഖണ്ഡദീപം ഇപ്പൊ തന്നെ ഞാൻ അണയ്ക്കാൻ പോവോ. മഞ്ജരി, എന്താ? ഞാൻ ശ്രദ്ധിച്ചായിരുന്നു മഞ്ജരി. ഞാൻ ഇവിടെ കാല് കുത്തിയതും നിന്റെ മനസ്സ് കിടന്ന് തിളയ്ക്കുന്നത്. വജ്രവാൾ എന്റെ കയ്യിൽ കിട്ടിയപ്പോ തൊട്ട് നിന്റെ കാൽമുട്ട് വിറയ്ക്കാൻ തുടങ്ങിയതാ. മിഥുനേട്ടനും ഞാനും ഒന്നിച്ച് അഖണ്ഡദീപം തെളിയിച്ച് പൂജ നടത്തിയപ്പോ നിന്റെ ആ വെപ്രാളം മുഖത്തും തെളിഞ്ഞു കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നീ അടങ്ങിയിരിക്കില്ല എന്നുള്ളതും ഞാൻ ഊഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ പൂജയിൽ മുടക്കം വരുത്താൻ വേണ്ടി പറ്റുന്നതെല്ലാം നീ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. ഇനി ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിന്നാ നിനക്ക് എന്താ നേടാനുള്ളത്? ഇനി നിനക്ക് മിഥുൻ എന്തിന്? ഈ അഖണ്ഡദീപം എന്തിന്? വജ്രവാളിന്റെ അവകാശം എന്തിന്? ഈ ദശമ പൂജയിൽ നീ എന്തിനു പങ്കെടുക്കണം? എന്നെയും മിഥുനെയും വിട്ട് അകന്നു പോ. മിഥുനേട്ടൻ എന്നോട് സ്നേഹമില്ല എന്നറിയുന്നത് കൊണ്ട് നാളെ ഞാൻ ചിലപ്പോ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്നിരിക്കും. പക്ഷെ പോകുന്നതിന് മുൻപ് മിഥുനേട്ടനെ നിന്നെ ഏൽപ്പിക്കുന്ന കരുതണ്ട. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? മിഥുനേട്ടനെ നിന്നെപ്പോലെ ഒരുത്തിയുടെ കയ്യിൽ ഏൽപ്പിച്ച അതോടെ മിഥുനേട്ടന്റെ ജീവിതം തീർന്നു എന്ന് കരുതിയാ മതി. നന്ദൻ കുടുംബത്തിന്റെ ഭാവിയും ഈ പരമ്പരയോടുകൂടി അവസാനിക്കും. നീ മിഥുനേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണെങ്കിൽ ഇന്ന് ആ അഖണ്ഡദീപം അണയ്ക്കുവാനുള്ള ശ്രമം നീ നടത്തുമായിരുന്നില്ല മഞ്ജരി. ഞാൻ അണയ്ക്കും, ഉറപ്പായിട്ടും ഞാൻ അത് അണച്ചിരിക്കും. അത് അണച്ചിട്ടാണെങ്കിലും നിനക്കും മിഥുനും ഇടയിലുള്ള ബന്ധം അവസാനിക്കണം. മിഥുൻ നിന്നിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകണം. ഓടി പൊട്ടി. ആ ദീപം അണഞ്ഞു പോയാ ഞങ്ങളുടെ ബന്ധമല്ല അണഞ്ഞു പോകുന്നത്, നന്ദൻ വംശമായിരിക്കും നിലം പതിക്കാൻ പോകുന്നത്. നീ ശരിക്കും ആ കുടുംബത്തിന്റെ നന്മയാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെയൊരു മണ്ടത്തരം കാണിക്കില്ലായിരുന്നു. പോയാ പോട്ടെ, ആ കുടുംബം എന്തായാലും എനിക്കെന്താ? എനിക്ക് അവിടുന്ന് മിഥുനെ മാത്രമേ വേണ്ടൂ.
ഇനിയൊരു അക്ഷരം നീ മിണ്ടിയാ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. എന്നെ തോണ്ടാൻ വന്ന ചിലപ്പോ ഞാൻ വെറുതെ വിട്ടേക്കും. പക്ഷെ മിഥുനേട്ടനെ ദ്രോഹിച്ചാലോ നന്ദൻ കുടുംബത്തിന്റെ പതനത്തിന് വേണ്ടി വേണ്ടാത്തത് എന്തെങ്കിലും ചെയ്താലോ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്നു കരുതണ്ട. ഉഗ്രരൂപിണിയായി അവതാരമെടുത്ത് നിന്റെ കൊടൽമാല ഊരി കഴുത്തിലിടും. മഞ്ജരി, നീ കാരണം നന്ദൻ കുടുംബത്തിന് എന്തെങ്കിലും ആപത്തുണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞ കാലിൽ പിടിച്ച് രണ്ടായി വലിച്ച് കീറി കടലിൽ താഴ്ത്തു ഞാൻ. എന്റെ മിഥുനേട്ടനെയോ നന്ദൻ കുടുംബത്തെയോ തൊട്ട് കളിക്കാൻ നോക്കിയ ഈ മേഘൻ അത് കണ്ട് നോക്കി നിൽക്കുന്ന നീ കരുതണ്ട. മേഘനെ വരച്ച വര കടന്ന് നീ ഒരിക്കലും പോവില്ല. പോ. ഇപ്പൊ ദീപ അണിഞ്ഞു പോകേണ്ടതായിരുന്നു. ഞാൻ കണ്ടതുകൊണ്ട് ഒന്നും പറ്റിയില്ല. മിഥുനേട്ടന്റെ നേരെ അടുക്കുന്ന ആപത്തിന്റെ സൂചനയായിരിക്കും ഇത്. ഏട്ടനുണ്ടാവാൻ പോകുന്ന കണ്ടത്തിന്റെ തുടക്കമായിട്ടാണോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്? മഹാമായി, എന്റെ മിഥുനേട്ടനൊന്നും പറ്റാതെ നോക്കിക്കോണേ. നിന്റെ മമ്മി ഏട്ടനൊക്കെ എവിടെ പോയടി? എല്ലാരും ഇവിടേക്കൊന്ന് ചുറ്റിക്കാണാൻ വേണ്ടി പോയിരിക്കോ. പിന്നെ നീ കൂടെ എന്താ മോളെ പോകാതിരുന്നേ? ഇതൊക്കെ ഞാൻ പണ്ട് കണ്ടിട്ടുള്ളതല്ല അച്ഛമ്മ. പിന്നെയും ചെന്ന് കണ്ട ബോറടിക്കില്ലേ? എന്ന് കരുതിയാ അങ്ങനെ തന്നെയാ. നമ്മൾ പോകുന്നിടെല്ലാം ചിലപ്പോ പഴയത് തന്നെ ആയിരിക്കും. എന്നാലും നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് മാറ്റം ഉണ്ടാവുമ്പോ പണ്ട് കണ്ട സ്ഥലത്തിനൊക്കെ ചില പുതുമകളൊക്കെ തോന്നിയെന്നിരിക്കും മോളെ. എന്തോ അച്ഛമ്മേ, എനിക്ക് അങ്ങനെ തോന്നിയില്ല. അച്ഛമ്മേ, കണ്ടത് തന്നെ പിന്നെയും പിന്നെ. ഹായ് ഗ്രാൻഡ്മ. ഹായ് സഞ്ജന. ഹായ് സന്തോഷ്. സഞ്ജന, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞാ പോരെ? സഞ്ജന, പാവല്ലേ അവൻ. നിന്നോട് മിണ്ടിയും പറഞ്ഞിരിക്കാനുള്ള ആഗ്രഹം അവനും ഉണ്ടാവില്ലേ? നീ എന്തിനാ മോളെ ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു ഒഴിഞ്ഞു മറന്നു? ചെന്ന് സംസാരിക്കേ, ഒരു കുഴപ്പമില്ല. ചെല്ല്. നടക്ക്. എന്താ നിന്റെ ഉദ്ദേശം സഞ്ജനെ? ഏത് നേരം ഒരു മൂലയ്ക്ക് പോയിരുന്നോളും, അല്ലെങ്കിൽ ആരെങ്കിലും കയ്യെ പിടിച്ച് നടന്നോളും. നിനക്കായിട്ടൊരു ഇൻഡിവിജ്വാലിറ്റി ഒന്നും ഇല്ലേ? എപ്പോഴും ആരെങ്കിലും ഒരാൾ കൂടെ വേണോ? സന്തോഷ്, ചെറുപ്പം തൊട്ടേ എനിക്ക് അതൊക്കെ ഒരു ശീലമായി പോയതാ. അതുകൊണ്ടാ ഇപ്പൊ എനിക്ക് മാറ്റാൻ പറ്റാത്തത്. കുഞ്ഞിലെ അമ്മയുടെ മുലപ്പാല് കുടിച്ചാ വളർന്നേ എന്നും പറഞ്ഞ് ഇപ്പോഴും അത് കുടിച്ച് ജീവിക്കാൻ പറ്റുമോ? മട്ടനും ബിരിയാണിയൊക്കെ അടിച്ചു കയറ്റുന്നില്ലേ? ജീവിതവും അങ്ങനെയൊക്കെയാ. എപ്പോഴും ഒരുപോലെ ആവില്ല, മാറ്റങ്ങൾ ഉണ്ടാകും. ചിലപ്പോ നമ്മളാൽ നമ്മളെ മാറ്റേണ്ടിയും വരും. ടെമ്പിൾ എങ്ങനെയുണ്ട് രാജേശ്വരി? വളരെ മനോഹരമായിരിക്കുന്നു. ഒരുപാട് ഭക്തര് വരുന്നുണ്ടല്ലേ? രാജേശ്വരി, നീ അവരെ ശ്രദ്ധിച്ചോ? പരിചയപ്പെട്ട് കുറച്ചേ ആയുള്ളൂ, അപ്പോഴേക്കും അതൊരു സ്നേഹമായി മാറി. എത്രയും പെട്ടെന്ന് ആ സ്നേഹം പ്രണയമായും വിവാഹമായും മാറിയാ മതി. ഇതൊക്കെ കാണാൻ നന്നായിട്ടുണ്ട് പ്രേംവദേ. പക്ഷെ സഞ്ജനയുടെ വേ ഓഫ് സ്റ്റൈൽ എന്റെ ചെറുക്കന് ചേരുന്ന പോലെ ആയെങ്കിൽ മതിയായിരുന്നു. എന്നാലേ അവൻ ഇഷ്ടപ്പെടുള്ളൂ. അതോർത്ത് നീ വിഷമിക്കേണ്ട രാജേശ്വരി. വളരെ പെട്ടെന്ന് സഞ്ജന സന്തോഷിന് ഇഷ്ടപ്പെടും പോലെ മാറിയിരിക്കും. സഞ്ജന, ഞാൻ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്ക്. നീ നിന്നെ മാറ്റാൻ നോക്കിയാൽ നിനക്ക് കൊള്ളാം. പ്രേംവദേ, ഒരു മിനിറ്റേ.
എന്താ സഞ്ജനെ വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല മോം. നിന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി. നീ അവരോട് സംസാരിക്കുന്ന രീതി കണ്ടപ്പോഴേ എനിക്കെല്ലാം മനസ്സിലായതാണ്. നോക്കിക്കേ, ഇപ്പൊ സന്തോഷിനോട് ഇഷ്ടമല്ലെങ്കിൽ ഇനി ഇഷ്ടപ്പെടാൻ ശ്രമിക്കും. ആ ഫാമിലിയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടും വിധം നിന്നെ നീ വേണം മാറ്റിയെടുക്കാൻ. അതല്ലാണ്ട് എനിക്ക് ഈ മാരേജ് വേണ്ട, കല്യാണ ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല, ആ ഫാമിലി പോരാന്നോ മറ്റോ ആരോടെങ്കിലും പരാതി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്റെ മാനം പോവാതിരിക്കാൻ വേണ്ടി എന്റെ ജീവൻ കളയാനും ഞാൻ മടിച്ചെന്ന് വരില്ല. അപ്പോ ഒരു അനാഥയെ പോലെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിച്ച് സന്തോഷായിട്ട് ജീവിക്ക്. പ്ലീസ് മോം, can you stop it? ദേ ഇങ്ങോട്ട് നോക്കിയ, ഞാൻ നിന്റെ അമ്മയാ, അന്യയായൊരു സ്ത്രീയല്ല, നിന്റെ ശത്രുവുമല്ല. എന്റെ മോളുടെ ജീവിതം നന്നായിരിക്കണമെന്നല്ല ഈ അമ്മയും ആഗ്രഹിക്കൂ. മനസ്സിലാക്ക്, വലിയൊരു ബന്ധമാണ് ഞാൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയത്. നഷ്ടപ്പെടുത്തരുത്, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. മോളെ മേഘനെ, ഇന്നത്തെ പൂജയോടുകൂടി ഈ വജ്രവാളിന് കങ്കണം കെട്ടുകയാണ് ഉണ്ടായത്. അവസാനത്തെ ദിവസം ചണ്ഡീയാഗം പൂർത്തിയാക്കി ഈ വാളിന്റെ കങ്കണം അടിച്ച ശേഷം പൂജ സമ്പന്നമാക്കണം മോളെ. ഈ വാള് കൊണ്ടുപോയി വീട്ടിലെ പൂജാമുറിയിൽ വെക്കുക. എന്നിട്ട് അവസാനത്തെ ദിവസം അത് കൊണ്ടുവരണം. ആയിക്കോട്ടെ തിരുമേനി. വാങ്ങിച്ചോ മോളെ. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം മോളെ. എന്താണ് തിരുമേനി? ഇനി അങ്ങോട്ട് ഈ കുടുംബത്തിലെ ഈ വജ്രവാളിന്റെ അവകാശം മോൾക്കുള്ളതാ. അതിൽ തൊടാനുള്ള അവകാശവും അത് കയ്യിലെടുക്കാനുള്ള അധികാരവും ഇനി മറ്റാർക്കും ഉണ്ടാവില്ല. ഈ പൂജയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളിലും നീ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓരോ പൂജയും നിന്റെ കൈകളിലൂടെ വേണം നടക്കാൻ. എന്തെങ്കിലും അമാന്തം ഉണ്ടായാ നീ വേണം ഈ പൂജ സമ്പന്നാക്കാനായിട്ട്. ആയിക്കോട്ടെ തിരുമേനി, ഞാൻ നോക്കിക്കോളാം. ഇത് പറയണത്ര എളുപ്പമല്ല മോളെ, പ്രാവർത്തികമാക്കാനും പൂജ പൂർണ്ണമാക്കാനും. അതുകൊണ്ട് മാത്ര വീണ്ടും വീണ്ടും ഞാൻ നിന്നോട് ഇത് പറയണത്. അതെന്താണ് തിരുമേനി? പൂജ സമ്പന്നാകും മുമ്പ് ഈ വാളിന് എന്തെങ്കിലും സംഭവിച്ചാലോ, ഒപ്പം അമൃതയോഗത്തിൽ തന്നെ പൂജ പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങളുടെ കുടുംബത്തിനായിരിക്കും അരിഷ്ടത. തിരുമേനി, ചോദിക്കുന്നോണ്ട് തെറ്റിദ്ധരിക്കരുത്. പൂജ പൂർണ്ണമാകാത്തൊരവസ്ഥയുണ്ടായാൽ എന്തെങ്കിലും അപകടം ഉണ്ടാവോ? എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഈ വജ്രവാളിന്റെ ഉടമയായ കുടുംബക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാവും. രാജാവിന് സമ്പത്തുണ്ടെങ്കിലും അതിനേക്കാളുമേറെ ആപത്തുകളും ഉണ്ടാവും. ഇതും അതുപോലെ തന്നെയാണ്. എല്ലാ വർഷവും അരുണിമ ചേച്ചിയായി പൂജ നടത്തിക്കൊണ്ടിരുന്നത്. ഇതുവരെ ഒരു തെറ്റുകുറ്റങ്ങളും ഉണ്ടായിട്ടില്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ വാളിന്റെ അവകാശം മോളുടെ കയ്യിലെത്തിയിരിക്കുക. അതുകൊണ്ടാ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നത്. അപ്പൊ മോൾക്ക് എല്ലാം മനസ്സിലായല്ലോ അല്ലേ? ഒരു വിഘ്നങ്ങളും കൂടാണ്ട് ഈ പൂജ നടത്തണം. പൂജക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും നോക്കണം. അവസാനം വരെ ഓരോ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധയും ഭക്തിയും ഉണ്ടായിരിക്കണം. അതിന്റെ സർവ്വ ചുമതലയും നീ തന്നെ ഏറ്റെടുക്കുകയും വേണം മോളെ. ഇനി അതോർത്തുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മേഘനെ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമാക്കുന്നതുവരെ
കണ്ണിൽ എണ്ണ ഒഴിച്ച് അവളതിന് കാവലിരിക്കും. ഒരു തപസ് പോലെ അവളത് ഏറ്റെടുക്കും. മാത്രമല്ല, ഇത്രയും കൊല്ലത്തെ അനുഭവമുള്ള അരുണിമ മേഘനെ നയിക്കാൻ കൂടെയുണ്ടല്ലോ. ഒപ്പം അമ്മ മഹാമായയുടെ അനുഗ്രഹാശിസുകളും മേഘനയ്ക്കുണ്ടാകും.